ഒരേ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് വീട്ടിലുള്ള എല്ലാവർക്കുള്ള ചായക്കടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഫ്രൈ പാനിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പഴം എടുക്കുമ്പോൾ കുറച്ച് പഴുത്ത് തന്നെ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്നിട്ട് പഴം നമ്മൾ ആദ്യം ഇതുപോലെ 4 ആയിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഇതാ ഞാൻ കാണിക്കുന്ന പോലെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് നമുക്കിത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. ഈ പഴത്തിന്റെ റോസ് സ്മെല്ലെല്ലാം മാറിയിട്ട് ഇതുപോലെ കളറെല്ലാം നല്ലോണം ചേഞ്ച് ആയിട്ട് വന്നാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കായ് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പഴത്തിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും മതി. ഇപ്പം നിങ്ങൾ എടുക്കുന്നത് കുറച്ച് പഴുപ്പ് കുറവുള്ളതാണെങ്കിൽ ഷുഗർ കുറച്ചധികം ചേർത്ത് കൊടുത്തോട്ടാ. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഈ പഴമെല്ലാം ഒന്ന് ഉടച്ചെടുക്കണേ. എന്നിട്ട് ഇതിൻ്റെ ചൂടെല്ലാം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കാം. ചൂടെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഫുള്ളായിട്ട് എനിക്ക് വേണ്ടി വന്നിട്ടില്ല. ഒരു 1/4 കപ്പോളം മാത്രമേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് കുറച്ച് മാവെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഷേപ്പാക്കാം. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഉന്നക്കായൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് വെക്കാം. ഇനിയിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ചൂടാക്കാം. ഓയിൽ ചൂടായിട്ട് വന്നാൽ നമ്മൾ റെഡിയാക്കി വെച്ചതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഴവും ഗോതമ്പ് പൊടിയെല്ലാം ആയതുകൊണ്ട് വേഗം തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചു മറിച്ചെല്ലാം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിൽ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി അടുത്ത സെറ്റും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഫ്ലെയിം കുറച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇത് പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. നമുക്ക് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പറ്റും. എണ്ണ ഒന്നും കുടിക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഇതാ രണ്ടാമത്തെ സെറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രൈ പാൻ എടുത്തിട്ട് കുറച്ച് മാത്രം നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ സ്നാക്കെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.